ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മുത്തബക്കിൻ്റെ റെസിപ്പിയാണ്. മുത്തബക്ക് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൗദി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഒറിജിനലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മുത്തബക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാലും നമുക്ക് മൈദ അളക്കുന്നത് നമുക്ക് ആ മുട്ടയുടെ അളവും കൂടെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെറും വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് പൂരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു മാവിൻ്റെ പാകത്തിനാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒരു 3/4 കപ്പ് വെള്ളം അത്രയൊക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. അതിൽ കൂടുതലായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, കുറച്ച് മാവിട്ടിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു മുത്തബക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു മാവ് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി കുറച്ച് ഓയിലും കൂടെ ഒന്ന് മുകളിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാവ് നമ്മളൊരു 20-25 മിനിറ്റ് എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അടച്ചിട്ട്. നല്ല മാവ് നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ഉള്ളിത്തണ്ട്. ഇതിൻ്റെ ഒരു വൈറ്റും ഗ്രീനും 2 ഭാഗവും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇത് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉപ്പ് ആവശ്യത്തിനുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് ഒരുപാട് ആവരുത് കേട്ടോ, ഇവിടെ അത്ര സ്പൈസി ആയിട്ടൊന്നുമല്ല നമുക്ക് കിട്ടുക. കുരുമുളക് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്ത പാടെ നമ്മളിത് ചെയ്യണം കേട്ടോ, പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഇത് കുറച്ച് സമയം വെക്കുകയാണെന്നെങ്കിൽ മുട്ട കുറച്ചും കൂടെ ലൂസായി പോവും. അപ്പോൾ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് കേട്ടോ. നമ്മളത് അടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം ഞാൻ മാവ് തുറന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലുപ്പത്തിലുള്ള ഉരുളകളാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 4 എണ്ണം ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വലിയതാക്കിയിട്ട് അങ്ങനെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾ ഓരോ ബോളും കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. വളരെ കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇതിന് നമുക്ക് ചപ്പാത്തി റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയാൽ തന്നെ നല്ല കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മാവ് ഇങ്ങനെ വലിഞ്ഞ് കിട്ടൂല. ഇനി ഇതിലേക്കാണ് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ മുട്ടയുടെ ആ ഒരു മിക്സ് ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ട അടിച്ച പാടന്നെ ഇത് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഈ മുട്ടയുടെ ആ ഒരു ഇത് പുറത്ത് പോകാതെ വേണം നമ്മളിത് തവയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരത്തിയിട്ട് തവയിൽ വെച്ചിട്ട് മുട്ട ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ തവയിൽ ഞാൻ കുറച്ചൊന്ന് ഓയിൽ ഒഴിക്കുന്നുണ്ട്, ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് നന്നായിട്ട് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മുട്ടയിൽ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ചിലർ മുത്തബക്ക് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ ശരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ മാത്രം ചേർത്തിട്ടുള്ള മുത്തബക്കാണ് കേട്ടോ. ഇവിടെ സൗദിയിലൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യാറുള്ളത്. അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ടിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ പരത്തിയിട്ട് നിങ്ങൾ ഇത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് മുട്ടയുടെ ആ ഒരു മിക്സ് പുറത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പരത്തി വെച്ചിട്ട് തവയിൽ വെച്ചിട്ട് ഇതുപോലെ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. മുട്ടയുടെ മിക്സ് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ട അടിച്ച പാടന്നെ ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്തിട്ട് വേറൊരു പണിക്ക് നിന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തതാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ തവയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു ഭാഗം റെഡിയാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുത്തബക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് നമുക്ക് തവയിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടാണ് നമുക്ക് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് അതുപോലെ ചെറുനാരങ്ങയും കൂടെ ഒക്കെ സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർ അത് കൂട്ടിയിട്ട് കഴിക്കുക. അതുപോലെ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.